ഹായ് ഗൈസ്, തിരിച്ചു വന്നിരിക്കുന്ന വരെ ഒരു പുതിയ വീഡിയോ ആയിട്ട്. ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോവുക റിയൽ ലൈഫ് മൈക്രോഫോൺ സൗണ്ട് ടെസ്റ്റ് സോണിയുടെ ലിങ്ക് ബഡ്സിന്റെ. ഇതിന് നമ്മൾ ഡിഫറെന്റ് സിനാരിയോസിൽ യൂസ് ചെയ്ത് നോക്കും ഇതിന്റെ മൈക്രോഫോണിന്റെ സൗണ്ട് ക്വാളിറ്റി എങ്ങനെയാണ്. അത് കഴിഞ്ഞ് നമ്മൾക്ക് സംസാരിക്കാം ഇത് ആർക്ക് വേണ്ടിയിട്ടാണ്. ഈ എൻറ്റയർ വീഡിയോയിൽ കേൾക്കുന്ന ഒച്ച ഈ ലിങ്ക് ബഡ്സിന്റെ മൈക്കിനാണ് വരുന്നത്. ഇവിടെ അല്ലെങ്കിൽ ഇവിടെ ഒരെണ്ണത്തിന്റെ മൈക്കാണ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത്. സോ ഇപ്പം നമ്മൾക്ക് ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. ടെസ്റ്റ് കഴിഞ്ഞിട്ട് പിന്നെ സംസാരിക്കാം ഇത് ആർക്ക് വേണ്ടിയിട്ടാണ്. എന്നാൽ ഇതാണ് നിങ്ങൾക്ക് എന്നാൽ ഇതാണ് നിങ്ങൾക്ക് സൗണ്ട് കിട്ടാൻ പോകുന്നത്. നിങ്ങൾ ബൈക്ക് ഓടിക്കുമ്പോൾ ഹെൽമെറ്റ് ഇട്ടിട്ട് പക്ഷെ വൈസർ തുറന്നു വെച്ചാൽ. ഈ സിനാരിയോയില് കാറ്റ് ഒത്തിരി ഉണ്ട്, പക്ഷെ ആ കാറ്റിന്റെ ഒച്ച നിങ്ങൾക്ക് അത്ര കേൾക്കാൻ പറ്റില്ല. കാരണം ഇതിന്റെ മൈക്രോഫോൺ നമ്മളുടെ ഹെൽമെറ്റിന്റെ അകത്താണ്. സോ ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് എന്റെ ഒച്ച ക്ലിയർലി കേൾക്കാൻ പറ്റുന്നു. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് കൂടുതൽ ഓവർ പവറിങ് അല്ല. ഇതാണ് നിങ്ങൾക്ക് സൗണ്ട് കിട്ടാൻ പോകുന്നത്. നിങ്ങൾ വണ്ടി ഓടിക്കുമ്പോൾ ഹെൽമെറ്റ് ഇട്ടിട്ട് പക്ഷെ വൈസർ ക്ലോസ് ആക്കി വെച്ചാൽ. ഈ സിനാരിയോയില് നമ്മൾക്ക് വെളിയിലത്തെ ഒച്ച അത്ര ഒന്നും കേൾക്കാൻ പറ്റില്ല, കാരണം നമ്മളുടെ ഇയർഫോൺ ഹെൽമെറ്റിന്റെ അകത്താണ്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സൗണ്ടും ഒത്തിരി വരില്ല. പക്ഷെ നമ്മളുടെ ഒച്ച തന്നെ ഹെൽമെറ്റിന്റെ അകത്ത് എക്കോ ആകും. ആ എക്കോ ചിലപ്പോൾ ഒത്തിരി ഒത്തിരി ഡിസ്റ്റർബൻസ് ഉണ്ടാക്കും, ഒത്തിരി കർക്കർ സൗണ്ട് ഒക്കെ ഉണ്ടാക്കും. ഹോപ്പ്ഫുള്ളി ഇതിന്റെ അകത്ത് എക്കോ കൂടുതൽ അല്ല, പിന്നെ നിങ്ങൾക്ക് എന്റെ ഒച്ച ക്ലിയർലി കേൾക്കാൻ പറ്റുന്നു. എന്നാൽ ഇതാണ് നിങ്ങൾക്ക് സൗണ്ട് കിട്ടാൻ പോകുന്നത്. നിങ്ങൾ ഒത്തിരി വെള്ളത്തിന്റെ അടുത്താണെങ്കിൽ, ഇപ്പം ഞാൻ സീസൺസ് മോളിന്റെ വെളിയിൽ നിൽക്കുകയാണ്. ഇവിടെ ഒത്തിരി വെള്ളത്തിന്റെ സൗണ്ട് ഉണ്ട്. ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് എന്റെ ഒച്ച ക്ലിയർലി കേൾക്കാൻ പറ്റുന്നു. ഇവിടെ 70 വാട്ടർ കോൺസെൻസ് ഉണ്ട് ടോപ്പ് ടു ബോട്ടം. ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് എന്റെ ഒച്ച ക്ലിയർലി കേൾക്കാൻ പറ്റുന്നു. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് കൂടുതൽ ഓവർ പവറിങ് അല്ല. എന്നാൽ ഇതാണ് നിങ്ങൾക്ക് സൗണ്ട് കിട്ടാൻ പോകുന്നത്. നിങ്ങൾ ഒത്തിരി ട്രാഫിക്കിന്റെ അടുത്താണെങ്കിൽ, ഞാനിപ്പം സീസൺസ് മോളിന്റെ നെറുപ്പിൽ നിൽക്കുകയാണ്. ഇവിടെ ഒത്തിരി ട്രാഫിക് ഉണ്ട്. ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് എന്റെ ഒച്ച ക്ലിയർലി കേൾക്കാൻ പറ്റുന്നു. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് കൂടുതൽ ഓവർ പവറിങ് അല്ല. എന്നാൽ ഇതാണ് നിങ്ങൾക്ക് സൗണ്ട് കിട്ടാൻ പോകുന്നത്. നിങ്ങൾ ആർക്കേഡിലാണെങ്കിൽ ഇപ്പം ഇവിടെ ഒത്തിരി ആൾക്കാരുണ്ട്, ഒത്തിരി മെഷീനിന്റെ സൗണ്ട് ഉണ്ട്, ഡിഫറെന്റ് സൗണ്ട് ഉണ്ട്. ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് എന്റെ ഒച്ച ക്ലിയർലി കേൾക്കാൻ പറ്റുന്നു. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് കൂടുതൽ ഓവർ പവറിങ് അല്ല. ഓക്കെ, നിങ്ങൾ വീഡിയോ കണ്ടു കഴിഞ്ഞു. ഇപ്പം നമുക്ക് സംസാരിക്കാം ഈ ഇയർഫോൺ ആർക്ക് വേണ്ടിയിട്ടാണെന്ന്. എന്റെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു. സോ ബേസിക്കലി ഇത് ഞാൻ വിൻഡ് സിനാരിയോ പിന്നെ ആർക്കേഡ് സിനാരിയോയിൽ യൂസ് ചെയ്തപ്പം അവിടെ എനിക്ക് കുറച്ചൊക്കെ ഡിസ്റ്റർബൻസ് കേൾക്കാൻ പറ്റി. ബാക്കി എല്ലാ സിനാരിയോസിലും എനിക്ക് ഇതിന്റെ സൗണ്ട് ഇഷ്ടപ്പെട്ടു. സോ ബേസിക്കലി ഇത് ഒരു അവയർനെസ് ഇയർഫോൺ ആണ്. ഇത് ഇട്ടിട്ട് നിങ്ങൾക്ക് വെളിയിലത്തെ എല്ലാ ഒച്ച കേൾക്കാൻ പറ്റും. സോ അത് കാരണം ഇതൊരു നിങ്ങൾക്ക് സ്പോർട്സ് ഒക്കെ ചെയ്യുവാണെങ്കിൽ, നിങ്ങൾ കളിക്കുവാണെങ്കിൽ, റണ്ണിങ് ചെയ്യുവാണെങ്കിൽ, സൈക്ലിംഗ് ചെയ്യുവാണെങ്കിൽ, ബൈക്കിംഗ് ചെയ്യുവാണെങ്കിൽ ആ സമയത്തിന് വേണ്ടി ഇതൊരു നല്ല ഇയർഫോൺ ആണ്. കാരണം ഇത് ഇട്ടിട്ട് നിങ്ങൾക്ക് എല്ലാം വെളിയിലത്തെ എല്ലാം കേൾക്കാൻ പറ്റും. പക്ഷെ ഹെൽമെറ്റ് ഇട്ട് കഴിഞ്ഞിട്ട് ഇതിന്റെ ഒച്ചന്റെ ക്ലാരിറ്റി ഇനി നല്ലതാണ്. നമ്മൾക്ക് മ്യൂസിക് ഒക്കെ കേൾക്കണമെങ്കിൽ അതിനും നല്ല സൗണ്ട് വരും ഹെൽമെറ്റിന്റെ അകത്ത്. കാരണം ഇത് ഹെൽമെറ്റ് തന്നെ ആ സീൽ ഉണ്ടാക്കും. ഇവിടെ ഇപ്പൊ ഹോൾ ഉണ്ട്, ആ ഹോളിനെ ഇപ്പം ഇത് സീലാക്കും. എനിക്ക് ഇപ്പം ബേസും കേൾക്കാൻ പറ്റും. നല്ല ഒച്ച നല്ലതാണ്, ഹെൽമെറ്റിന്റെ അകത്ത് നല്ലതാണ്. സോ നിങ്ങളൊരു ഷോർട്ട് ബൈക്കിംഗ് ട്രിപ്പ് ഒക്കെ ചെയ്യുവാണെങ്കിൽ ആ സമയത്തിന് വേണ്ടി നല്ലതാണ് ഇത്. ഒരു 5 മണിക്കൂർ ഇത് ഈസിലി നിങ്ങൾക്ക് ബാറ്ററി ബാക്കപ്പ് കൊടുക്കും. എന്നാൽ അത്രേ ഉള്ളൂ ഈ മൈക്ക് ടെസ്റ്റ് വീഡിയോന് വേണ്ടിയിട്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഞാൻ പിന്നെ കാണാൻ വരെ ഒരു പുതിയ വീഡിയോ ആയിട്ട്. ബൈ ബൈ.